ഇന്ത്യയിലേക്ക് എത്തുന്ന 85 മുതൽ 90% വരുന്ന പാചകവാതകത്തിന്റെ സപ്ലൈ ഹോർമസ് കടലിടുക്ക് വഴിയാണ്. നമ്മുടെ ഇറാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം കാരണം ഇപ്പം അതുവഴിയുള്ള LPG വാതകത്തിന്റെ സപ്ലൈ നിർത്തിവച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലും LPGക്ക് നല്ല രീതിയിലുള്ള ഷോർട്ടേജ് വരും. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിലായാലും ഇപ്പം നല്ല രീതിയിലുള്ള LPG ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ പാചകം ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാചകവാതകത്തിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഗാർഹിക സിലിണ്ടറുകൾക്ക് ഏകദേശം 60 രൂപയും വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏകദേശം 144 രൂപയുമാണ് ഈ ഒരു ഷോർട്ടേജ് കാരണം വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ കാശ് കൂട്ടേണ്ടി വരും. എന്തായാലും നമ്മൾ തന്നെ സ്വയം കുറച്ച് കരുതലുകൾ എടുത്തു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഹോട്ടലുകൾക്കാണ് ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ വരുന്നതെങ്കിലും ഈ ഒരു ഷോർട്ടേജ് മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് വീട്ടിൽ വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം പാചകമെല്ലാം വിറകടുപ്പിലേക്ക് മാറ്റേണ്ടതാണ്. പ്രഷർ കുക്കർ ഉള്ളവരാണെങ്കിൽ കൂടുതലും കുക്കിംഗ് പ്രഷർ കുക്കറിലാക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പാചകം ചെയ്യേണ്ട ആ ഒരു സമയത്തിൽ നല്ല വ്യത്യാസം വരികയും അതിലൂടെ നല്ല രീതിയിൽ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. വീട്ടിൽ സോളാറും ഇൻഡക്ഷൻ കുക്കറും ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാ പാചകവും ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറ്റണം. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ LPG സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഈ LPG മാക്സിമം ഷോർട്ടായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഉപയോഗപ്രദമാകും. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഹോട്ടലുകളെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗാർഹിക ഉപയോഗം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നവർ മാക്സിമം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കാര്യത്തിൽ വലിയ ഷോർട്ടേജ് ഒന്നും വരത്തില്ല. എന്തായാലും ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഇന്ത്യയിൽ തന്നെ കൂടുതൽ നല്ല രീതിയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും 80 മുതൽ 95% വരെ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്ന സമയത്ത് ഇന്ത്യയിൽ പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന 5% ഗ്യാസ് വെച്ച് വലിയ വ്യത്യാസം വരത്തില്ല. എങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ വീടുകളിൽ ഗ്യാസ് ബുക്ക് ചെയ്യേണ്ട സമയത്ത് 25 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.